ആലപ്പുഴയിൽ മുണ്ടുനീര് രോഗം വീണ്ടും പടർന്നു പിടിച്ചതോടെ ഭീതിയിലാണ് കുട്ടികളും രക്ഷിതാക്കളും. 5 ദിവസങ്ങൾക്കിടയിൽ 3 സ്കൂളുകളാണ് മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് താൽക്കാലികമായി അടച്ചത്. ആരോഗ്യവകുപ്പ് സാർവത്രിക വാക്സിനേഷൻ പട്ടികയിൽ മുണ്ടുനീര് വാക്സിനേഷൻ ഉൾപ്പെടുത്താത്തത് രോഗം പടർന്നു പിടിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന ആക്ഷേപവും ശക്തമാണ്. ആലപ്പുഴ ജില്ലയിൽ മുണ്ടുനീര് വ്യാപകമാകുന്നു. ജില്ലയിൽ 5 ദിവസത്തിനിടെ മുണ്ടുനീര് മൂലം 3 സ്കൂളുകൾ താൽക്കാലികമായി അടച്ചു. തൃക്കുന്നപ്പുഴ, പല്ലന, ഹരിപ്പാട് പ്രദേശങ്ങളിലെ സ്കൂളുകളാണ് താൽക്കാലികമായി അടച്ചത്. തൃക്കുന്നപ്പുഴ സ്കൂൾ ഈ മാസം 19 മുതലും പല്ലന സ്കൂൾ 23 മുതലും ഹരിപ്പാട് സ്കൂൾ 24 മുതലുമാണ് 21 ദിവസത്തേക്ക് അടച്ചത്. കൂടുതൽ കുട്ടികളിലേക്ക് രോഗം വ്യാപിപ്പിക്കാതിരിക്കാനുള്ള മുൻകരുതലെന്ന നിലയിലാണ് കളക്ടറുടെ ഈ നടപടി. ഈ കാര്യത്തിൽ പഞ്ചായത്തും ആരോഗ്യവകുപ്പും ചേർന്നുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത്. പക്ഷെ തികഞ്ഞ പരാജയമാണ് ആരോഗ്യവകുപ്പിൻ്റെ. ആരോഗ്യവകുപ്പ് ഈ കാര്യത്തിൽ ആത്മാർത്ഥത കാണിക്കുന്നില്ല, ശുഷ്കാന്തി കാണിക്കുന്നില്ല. എന്തിനധികം പറയുന്നു, ആരോഗ്യവകുപ്പിന് ഇപ്പോൾ മരുന്ന് പോലും യഥാസമയം പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോലും കൊടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇക്കഴിഞ്ഞ ജനുവരിയിൽ ജില്ലയിൽ മുണ്ടുനീര് റിപ്പോർട്ട് ചെയ്തിരുന്നു. അറവുകാട്, അമ്പലപ്പുഴ, നീർക്കുന്നം, പറവൂർ പ്രദേശങ്ങളിലെ വിവിധ സ്കൂളുകൾ രോഗവ്യാപനം മൂലം അടച്ചിരുന്നു. ഇതിനെ തുടർന്ന് പല വിദ്യാർത്ഥികൾക്കും വാർഷിക പരീക്ഷ ഉൾപ്പെടെ എഴുതുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ മാസങ്ങൾക്കിപ്പുറം വീണ്ടും ജില്ലയിൽ രോഗം പടരുന്നത് ജനങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സാർവത്രിക വാക്സിനേഷൻ പട്ടികയിൽ മുണ്ടുനീർ വാക്സിൻ ഇല്ലാത്തതാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. നിലവിൽ കുട്ടികൾക്ക് MMR വാക്സിൻ ആരോഗ്യവകുപ്പ് സൗജന്യമായി നൽകുന്നില്ല. ആവശ്യക്കാർ പണം മുടക്കി സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതിരോധ വാക്സിൻ വാങ്ങി നൽകുകയാണ് പതിവ്. ജില്ലയിൽ രോഗം പടർന്നു പിടിക്കുമ്പോൾ വാക്സിൻ അനുവദിക്കാത്ത ആരോഗ്യവകുപ്പിന്റെ സമീപനം സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. വിഷയത്തിൽ ചില പ്രതികരണങ്ങൾ നോക്കാം. 21 ദിവസത്തേക്കാണ് ഇപ്പോൾ അടച്ചിടാൻ നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. അതനുസരിച്ച് ഞങ്ങൾ നേരത്തെ തന്നെ ക്രമീകരണങ്ങൾ നടത്തിയിരുന്നു. ഹെൽത്തിനെയൊക്കെ അറിയിക്കേണ്ടവരെല്ലാം നേരത്തെ അറിയിച്ച് ഞങ്ങളുടെ ഭാഗമെല്ലാം ക്ലിയറായി. ഇത് മറ്റു കുട്ടികളിലേക്ക് വരാതിരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് HMഉം അധ്യാപകരും എല്ലാം ചേർന്ന് അതിന് വേണ്ട ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ നടത്തിയിരുന്നു. ഈ കുറച്ച് ദിവസങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ മറ്റുള്ളവരുമായിട്ട് കളിക്കുന്നതിനും സഹകരിക്കുന്നതിനുമൊക്കെ ഉള്ളത് ഒഴിവാക്കുക. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം നമ്മളുടെ ഉത്തരവാദിത്തമാണ്. വാർഡിലെ ആശാപ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും ഫീൽഡ് സ്റ്റാഫുകളടങ്ങുന്ന കമ്മിറ്റികൾ വാർഡിലെ ആരോഗ്യരംഗത്ത് സജീവ ഇടപെടലുകളും പ്രതിരോധ വാക്സിനുകളും മുണ്ടുനീരടക്കമുള്ള രോഗങ്ങൾക്കുള്ള DTP അടക്കമുള്ള ഇഞ്ചക്ഷനുകൾ, ആ പ്രതിരോധ ഇഞ്ചക്ഷനുകളടക്കം ചെയ്തേണ്ട സാഹചര്യത്തിൽ കഴിഞ്ഞ 1 വർഷക്കാലമായി അത്തരം കമ്മിറ്റികൾ നിർജ്ജീവമാണ്. അത്തരം കമ്മിറ്റികൾക്ക് വേണ്ട ഫണ്ടുകൾ കൊടുക്കുന്നില്ല. ഫണ്ട് ആരോഗ്യ കേരളത്തിൽ നിന്നും സംസ്ഥാന സർക്കാരുകളും അനുവദിച്ചിരുന്ന ഫണ്ട് കഴിഞ്ഞ 1 വർഷക്കാലമായി പ്രത്യേകിച്ചും തീരദേശത്തോട് കാണിക്കുന്ന വല്ലാത്തൊരു അവഗണനയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ആലപ്പുഴയിൽ നിന്നും അജയ് നാഥ് നൽകും. അജയ്, ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യം നിലവിലുണ്ടോ? മുൻപ് ആരോഗ്യകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സർക്കാർ ഈ വാക്സിനേഷനുള്ള സൗജന്യ മരുന്ന് നൽകിയിരുന്നു. പക്ഷേ വർഷങ്ങളായി ഇപ്പോൾ ഈ മരുന്ന് നൽകുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ഈ മരുന്ന് വാങ്ങി വാക്സിനേഷൻ എടുക്കേണ്ട ഗതികേടിലാണ് രക്ഷിതാക്കളെല്ലാം തന്നെ ഉള്ളത്. ഏതാണ്ട് 550 രൂപയോളമാണ് ഈ മരുന്നിന് ചിലവ് വരുന്നത്. അതുകൊണ്ട് തന്നെ പല രക്ഷിതാക്കളും കുട്ടികളെ ഈ വാക്സിനേഷൻ എടുപ്പിക്കാറില്ല എന്നുള്ളതാണ് ഇത്തരത്തിലേക്ക് ഈ രോഗം പടരുവാനുള്ള കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. ആളുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടുന്നത് മുൻപ് ജനുവരിയിൽ ഈ അസുഖം ഇവിടെ പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ പോലും ഗൗരവമായി ഈ വിഷയത്തെ ആരോഗ്യവകുപ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കരുനാഗപ്പള്ളിയിലും ഒപ്പം തന്നെ ആലപ്പുഴ ജില്ലയിലും, അതായത് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഈ മുണ്ടുനീര് എന്ന് പറയുന്ന രോഗം ഇപ്പോൾ കുട്ടികൾക്കിടയിൽ പടരുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഗൗരവമായി കണ്ടുകൊണ്ട് വാക്സിനേഷൻ നടപടികൾ ഉൾപ്പെടെ സാർവത്രികമായി നടപ്പിലാക്കാനുള്ളൊരു ക്രമീകരണം ഉണ്ടാകണം എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്.